മുത്തച്ഛന്മാര് പഠിച്ചെന്ന കാര്യം കുട്ടി പറക്കുട്ടി കുട്ടി തീ കുട്ടി കുട്ടിച്ചു കോമ്പൂട്ടി കണ്ടുപോലെ ഭൈരവൻ നല്ലപോലെ ഭൈരവൻ മൂർത്തി ഭൈരവൻ വീരഭൈരവൻ ധീരഭൈരവൻ ഒരുമാരും ഒപ്പരന്മാരും കള്ളാടിമത്തും മെന്തലമത്തും മൂക്കാഞ്ച തനിമാൻകുട്ടി കുട്ടിച്ചാത്ത ഈശ്വര ഈശ്വര ഉദിച്ചു വരുന്ന ഈശ്വര പന്തീരായിരം പടക്കുതിരയിൽ ആറോരയ്യപ്പന്മാരെ നൂറ് ദേവന്മാരെ ആറോരയ്യപ്പന്മാരിലും നൂറോറ് ദേവന്മാരിലും മനമുറയ്ക്ക് മനങ്കരുത്ത് ഉണ്ടാക്കി തരണേ ഉദിപ്പനത്ത് ഉദിപ്പുവാന്റെ മൂന്ന് മാന്തങ്ങൾ പൊട്ടിപ്പൊളി ചെയ്യപ്പെട്ട് ഇണയോട് തേവർ പെങ്ങളെ ഉദിപ്പനത്തിരുന്ന് ദൈവം വാങ്ങിച്ചു ഭൂമി ലോകത്ത് വന്ന് കല്ലടിഞ്ഞ് വരുമ്പോൾ വടക്ക് ഭാഗം നല്ലൊരു പാതാളത്തിലെ 5000 കല്ലുരുട്ടടിയും പണിത് 3000 കല്ലും കൊണ്ട് മുകളും കെട്ടി 16 തൂണിൽ കരിങ്കോട്ടയും കെട്ടി മലയോട് പുറഞ്ചാരി ഇന്ന് നേരവും പടിഞ്ഞാട്ട് കടലിലേക്ക് കാലി നീട്ടിയ പൊന്നു മലവാരത്തമ്മേ ഒത്തുപെറ്റ കാക്കത്തൊള്ളായിരം കുട്ടിച്ചാത്തന്മാരെ സകല പരിമാന മക്കളെ അടിയം വന്ന് വിളിക്കുന്നേരം വിളിപ്പുറത്തെത്തി വിളിച്ചോര് കാര്യത്തിന് തെളിച്ചയായി തീർച്ചയുണ്ടാക്കി തരുന്ന അടിയെ ആശ്രയിച്ചു നാശം അവരും ക്രമത്തിൽ ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം ഓം സംസവിതിമസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ആ ഇളസ്പതേ സമിദ്യസേ സനോവശൂന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംവോമനാം സൃജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാമുപാസത്തെ സമാനോ മന്ത്രസ്സമിതി സമാനീ സമാനം മനസ്സകചിത്തമേഷാം സമാനം മന്ത്രഭിമന്ത്രേവ സമാനേന വോ വിഷാജുഹോമി സമാനീ വാ തോതി സമാനാഹൃതയാനി വാ സമാനമസ്തു വോ മനോ യഥാ വസുസ്സഹസതി ഓം ശാന്തി 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 ഹരി ഓം ആദിമുക്ത സമാരംഭം ചണ്ഡാളമുക്ത മധ്യമം അസ്മദാചാര്യപര്യന്തവന്ദേ മുക്തപരമ്പര. ഹരി ഓം. എല്ലാവർക്കും പ്രണാമം. AHPയുടെ ഈ ഒരു അഖണ്ഡ ഭാരത സങ്കല്പ ദിന ആചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വേദിയിലേക്ക് നമ്മളെ വിളിച്ചതിന് ഇതിൻ്റെ നേതാക്കളും എല്ലാവരും നേതാക്കളാണ്. എല്ലാ പ്രവർത്തകരോടും ആദ്യമേ ഒരു നന്ദി പറയുകയാണ്. എന്താ വെച്ചാൽ ബാലശാഖയിലൊക്കെ പോകുന്ന സമയത്ത് ഒത്തിരി കാണാൻ ആഗ്രഹിച്ച ഒരു ആദരണീയ വ്യക്തിത്വമാണ് തൊഗാഡ്ജി. അപ്പോൾ പ്രവീൺ തൊഗാഡ്ജി രൂപം കൊടുത്ത ഒരു സംഘടനയിൽ 2018 അദ്ദേഹം അത് സ്ഥാപിച്ച് 25 ആവുമ്പോൾ ആ ഒരു സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം, സംഘാണെങ്കിലും ഹൈന്ദവ പ്രസ്ഥാനങ്ങളെല്ലാം ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അഖണ്ഡ ഭാരത നിർമ്മിതി തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു വേദിയിൽ എത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. സംഘടനയെക്കുറിച്ചും സംഘടനയുടെ ലക്ഷ്യത്തെക്കുറിച്ചും അതിൻ്റെ രാഷ്ട്രീയ ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെ നമ്മുടെ നേതാവ് തന്നെ സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്നത് ഒരു അനുഗ്രഹ പ്രഭാഷണം എന്നാണ്. അനുഗ്രഹ പ്രഭാഷണം ആകുമ്പോഴും ഹൈന്ദവരെ സംബന്ധിച്ച വിഷയമാകുമ്പോൾ കേവലം അനുഗ്രഹിച്ചിട്ട് കാര്യമില്ല. ആ അനുഗ്രഹം കൃത്യമായ അനുഗ്രഹമായി മാറണമെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകൾ പോലെ നമ്മുടെ ബോധം, ബുദ്ധി പ്രകാശിക്കണം. ഇവിടുന്ന് പോകുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം നമ്മൾ ആരാണ് എന്നുള്ളത്. ആരൊരാൾ പാടുന്ന കേട്ടു, പാടനില്ല, പറയുന്നില്ല, വേടനില്ല, നമ്പൂരില്ല, നായരില്ല, എനിക്കൊന്നുമില്ല എന്നൊക്കെ. നമ്മൾ പറഞ്ഞത് നമുക്കിതൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കിതൊക്കെ ഉണ്ടായാലും ഒരു കുഴപ്പവുമില്ല, ഒരു ഭേദബുദ്ധിയുമില്ല. കാരണം നമ്മൾ ഹിന്ദുക്കളാണ്. നമ്മളെ അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്. ആ ഹിന്ദു എന്ന ആ നാമത്തിലാണ് നമ്മളെല്ലാവരും ഒന്നാകുന്നത്. ആ ഹിന്ദു ധർമ്മത്തെ പെറ്റിട്ടത് ഭാരതാംബയാണ്. ഇന്നത്തെ ഭാരതമാണോ ചോദിച്ചാൽ അല്ല എന്നുള്ളത് വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഭാരതാംബ പെറ്റിട്ട ഹിന്ദു സംസ്കൃതി, ആ സംസ്കൃതിയെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയില്ല എന്നുള്ളത് ഇതിനു മുമ്പ് ഇങ്ങോട്ട് കയറി വന്നവർക്കും ഇപ്പോൾ നമ്മളെ ഭരിക്കുന്നവർക്കും ഒരാളെയും നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല കേട്ടോ. ഇടതായാലും വലതായാലും നടുക്കായാലും ഒടുക്കായാലും എല്ലാവരെയും നമ്മൾ രാഷ്ട്രീയത്തിൽ ഒരുപോലെ കാണുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമുക്ക് ഹിന്ദു എന്തെന്നറിയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും വന്നവനും നിന്നവനും ശ്രമിക്കുന്നത് ഹൈന്ദവരുടെ ഇടയിൽ എപ്പോഴോ ഉണ്ടായിട്ടുള്ള ഒരു അനൈക്യത്തെ വളർത്തുക എന്നുള്ളതിനാണ് അവിടേക്ക് ലക്ഷ്യം. അത് വളർന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അത് നിലനിന്നാൽ മാത്രമേ ഹിന്ദു ഐക്യപ്പെടാതിരിക്കുള്ളൂ.
അങ്ങനെ ഐക്യപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദു എന്ന ആ ഒരു നാമത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള വിവിധങ്ങളായിരിക്കുന്ന സഹോദര നാമങ്ങളുണ്ട്. അതിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്പൂരി, നായരും, പിള്ളിയും, മേനോനും, അല്ലെ, പാണനും, പറയനും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഇതിന്റെ ഉള്ളിലുള്ളതാണ്. ഈ ഉള്ളിലുള്ള ഈ വിഭാഗങ്ങളൊക്കെ സംഘടിക്കാതെ, ഒന്നിച്ചിരിക്കാതെ വേറെ ഇരിക്കുകയും എപ്പോഴും പോർ വിളിക്കുകയും വേണമെന്നൊരു ധാരണ മുന്നോട്ട് വെച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ ഒരു വിഷയം, പ്രത്യേകിച്ച് കേരളത്തിൽ ഹൈന്ദവമായ ഒരു വിഷയം വരികയാണെങ്കിൽ രാഷ്ട്രീയക്കാരെല്ലാവരും സൈലന്റ് ആണ്. എന്നാൽ മറുപക്ഷത്ത് ഉണ്ടാവുകയും ചെയ്യും. അതിന് തെളിവാണ് ഛത്തീസ്ഗഡിലെ ആ ഒരു മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് 2 ക്രിസ്ത്യൻ സന്യാസിനിമാരെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെയുണ്ടായ പുകില് നമ്മൾ എല്ലാവരും കണ്ടതാണ്. കാണാത്ത ആരും ഉണ്ടാവില്ല. ഇപ്പൊ കരഞ്ഞിരുന്ന നേരത്തെ ആ കുഞ്ഞുമാവ് അടക്കം അത് കാണും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാവും. കാരണം TV ഒന്ന് കാണാൻ വേണ്ടി വെച്ച സമയത്ത് ആ കുട്ടി ഉറങ്ങണ നേരത്തും കന്യാസ്ത്രീകൾ 9 ദിവസമായിട്ട് അവിടെ ജയിലറകൾക്കുള്ളിൽ 51 പ്രതികൾക്കൊപ്പം ക്രൂരമായി അവിടെ ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ നിരന്തരം അരുൺകുമാറിനെ പോലൊരു വാർത്തയിൽ പറയാം. അതിങ്ങനെ കേൾക്കുമ്പോൾ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. അത് കേട്ട ഉടനെ നേരത്തെ പോലെ ഇടതായാലും വലതായാലും നടുക്കുള്ളവരായാലും ഓടുകയാണ് ഛത്തീസ്ഗഡിലേക്ക്. അവിടുത്തെ വിഷയം എന്താണ്? അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഹിന്ദു വിഭാഗത്തിലെ 2 കുട്ടികളെ അവിടുന്ന് കൊണ്ടുപോവുകയാണ്, ജോലി കൊടുക്കാണ്ട് കൊണ്ടുപോവുകയാണ്. ഗോത്ര വിഭാഗത്തിലെ, ആദിവാസി വിഭാഗത്തിലെ കുട്ടികളാണ്. ആ കുട്ടികളെ കൊണ്ടുപോകുന്നത് ജോലി കൊടുക്കാഞ്ഞുകൊണ്ടാണ്. ഈ ജോലി കൊടുത്തോട്ടെ, നമുക്ക് ആർക്കും വിരോധമില്ല. ഈ രാജ്യത്ത് ആർക്കും ജോലി കൊടുക്കുന്ന ആരും വിരോധമില്ല. പക്ഷെ 5 വർഷം മുമ്പേ മതം മാറിയിട്ടുള്ള കുട്ടികളാണെന്നും അവരൊക്കെ മതം മാറിയിട്ട് പേര് മാറിയിട്ടില്ല, പൊട്ട് മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതൊരു മനുഷ്യക്കടത്താണ്. അവിടുത്തെ നിയമങ്ങൾ തന്നെ വലുതാണ്. അപ്പൊ മനുഷ്യക്കടത്ത് ഉള്ളത്, ആ മനുഷ്യക്കടത്ത് നിയമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ പ്രസ്തുത സംഘടന ഇടപെട്ടിട്ട് പോലീസ് ആ കേസ് എടുക്കുന്നത്. പക്ഷെ എല്ലാവരും അങ്ങോട്ട് ഓടിയപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 2 കുട്ടികളെ കൊടുന്നപ്പോ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളെ മാത്രം മതം മാറ്റുന്നത്? നമ്മളിപ്പോ ഗർഭാപ്പസിക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ASP തന്നെ ചിലപ്പോ ഇൻട്രസ്റ്റ് എടുത്ത് ചിലപ്പോൾ പുറത്തേക്ക് പോയവരെ, എന്തായാലും പുതുതാളുകളെ കൊടുക്കുന്നുണ്ടായില്ല, പോയവരെ ഉള്ളൂ, എന്തായാലും ശരി സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ടായില്ല. എന്നിരുന്നാൽ പോലും എന്തുകൊണ്ടാണ് ഹൈന്ദവരെ മാത്രം മതം മാറ്റുന്നത്? അതിന് മാധ്യമങ്ങളിൽ ഇരുന്ന് ക്രൈസ്തവ പുരോഹിതർ പറയുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും ഈ രാജ്യത്ത് ദാരിദ്ര്യമുണ്ട്, ആ ദാരിദ്ര്യമുണ്ട്, അസുഖങ്ങളുണ്ട്, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അതുപോലെ തന്നെ അവരെ വിദ്യാഭ്യാസം കൊടുക്കണം, അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ദാരിദ്ര്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടെങ്കിലും മതം മാറിയാൽ മാത്രമേ മാറൂ എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റുന്നു എങ്കിൽ അവിടെ നാം സ്വയം ഒന്ന് മനസ്സിലാക്കണ്ടേ? മാറിപ്പോയ ക്രൈസ്തവര് ഒരു കാലഘട്ടത്തിൽ ജാതി ഉച്ചനീചത്വം കൊണ്ട് മാറി ഇവിടുന്ന് പോയിട്ടുള്ള, നമ്മൾ കുറച്ച് ജാതിയൊക്കെ പറയൂട്ടോ, ഒന്നും തോന്നരുത്, ഇവിടുന്ന് മാറിപ്പോയിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ആളുകൾ ഇന്നും പള്ളി കയറാൻ വേണ്ടിയിട്ടും പള്ളിയിലെ സ്ഥാനത്തിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവിടുത്തെ കോളേജിൽ കൃത്യമായിട്ടൊരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ പരിവർത്തിത ദളിതനും ആദിവാസിയും സമരം ചെയ്യുന്ന ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലെ ശ്മശാനത്തിൽ ഈ പറയപ്പെടുന്ന മതം മാറിപ്പോയ ക്രൈസ്തവരാണെന്ന് അവകാശപ്പെടുന്ന പട്ടിക വിഭാഗങ്ങൾക്ക് അവരെ അവിടെ ദയിപ്പിക്കാനോ അടക്കം ചെയ്യാനോ അനുവദിക്കുന്നില്ല. അപ്പൊ അത്തരം ആളുകളുടെ ദാരിദ്ര്യം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് ഇവിടേക്ക് വീണ്ടും കയറി വന്ന് നമ്മുടെ ആളുകളെ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ പോകാൻ നിൽക്കുന്ന നമ്മളുടെ ഒരു കുറവ് എന്താണ്? അവർക്ക് അവരുടെ ക്രിസ്ത്യൻ ആ മതത്തെ കുറിച്ചൊരു ധാരണയുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഈ ധർമ്മത്തെക്കുറിച്ച്, മതം എന്ന് പറയുന്നില്ല, ഈ ധർമ്മത്തെക്കുറിച്ച് ഒരു ധാരണയില്ല. ആ ധാരണയാണ് നമുക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്. നമ്മൾ നിരന്തരം കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ ക്ഷണിക്കപ്പെടുന്ന വേദികളിൽ, കാരണം തമിഴ്നാട്ടിലും പോയിട്ട് ഭാഗ്യം കിട്ടി, ക്ഷണിക്കപ്പെടുന്ന വേദികളിൽ നമ്മൾ വളരെ ഹിന്ദുവിന് ഹിന്ദു എന്താണെന്ന് അറിയില്ല. നമ്മളുടെ ഈ കാലത്തിലേക്ക് നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ്, ഹിന്ദുവിന് ഹിന്ദു എന്താണെന്ന് അറിയില്ല. കാരണം ഹിന്ദുവിന് ഹിന്ദു എന്താ ചോദിച്ചാൽ നമ്മൾ സ്വതവേ പറയും നമ്മൾ സമുദായ ഭേദം ഇല്ല, നമ്മൾ ഹിന്ദു മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല കാണുന്നേ. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്ന ആളുകൾ, ഇവിടെ ഇപ്പൊ ASPയുടെയും അല്ലെങ്കിൽ നമ്മുടെ ഈ കാവ്യ വർണ്ണത്തിന്റെ മുകളിലും ആ ധ്വജത്തിന്റെ മുന്നിലും ഒക്കെ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അല്പം മാറിയാൽ നിങ്ങൾ പാണനും പറയനും നായരും നമ്പൂരി തന്നെയാണ്. നിങ്ങൾക്ക് ഹിന്ദു ഇല്ലാന്ന്. നിങ്ങൾക്ക് ഹിന്ദു ഇല്ല. ഹിന്ദു ഉണ്ടായിരുന്നെങ്കിൽ ഹിന്ദുവിന്റെ പ്രശ്നം വന്നപ്പോൾ ഈ ഛത്തീസ്ഗഡിലേക്ക് പോയ ആളുകൾ ഇവിടെ നമുക്കൊപ്പം ഉണ്ടായിരിക്കും പല വിഷയത്തിലും. എന്തുകൊണ്ട് നമുക്കൊപ്പം ഇല്ല? ഹിന്ദു ഇല്ല ഈ രാജ്യത്തെ.
ഉള്ളതൊക്കെ പാലനം പറയാനും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP-യും ഒക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ ആയിരിക്കരുതേ. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ നാം ആരാണെന്ന് അറിയണം. ആ അറിയുന്നതിലാണ് നമ്മൾ എന്താണ് ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, ഏത് ഹിന്ദു എന്ന് അറിയില്ല. ഇപ്പൊ നിങ്ങളോട് തന്നെ നിങ്ങൾ എങ്ങനെ ഹിന്ദു ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. നമ്മളൊരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സമയത്ത് ഹിന്ദു നായർ, ഹിന്ദു പുലയൻ, ഹിന്ദു വിശ്വകർമ്മജ എന്നൊക്കെ തന്നെ ഉണ്ടായിരിക്കുക. അപ്പൊ ഹിന്ദു ആയിക്കൊണ്ടാണ് നമ്മൾ മറ്റതാകുന്നത്. ഹിന്ദുവിന്റെ അടുത്തതുണ്ട്. അവിടെയാണ് നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇടപഴകുമ്പോൾ നമ്മുടെ ആളുകൾക്ക് അറിയില്ല എന്ന് പറയാൻ കാരണം, അപ്പൊ നമ്മളിവിടെ പ്രാർത്ഥന ചൊല്ലി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, ആദ്യം ചൊല്ലിയപ്പോൾ നമുക്ക് തന്നെ ഉറപ്പാ അതിങ്ങനെ എങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടാവും. ഈശ്വര ഈശ്വര എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്നുണ്ടാവും. അതിനുശേഷം ശ്രീ ഗുരുഭ്യോ നമഃ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സംഘസ്ഥാനിൽ ദക്ഷ പറഞ്ഞോളൊന്നും ഉണ്ടാവും. കാരണം നമുക്ക് രണ്ട് ഭാവമുണ്ട്. ആദ്യം പറഞ്ഞത് എന്തോ ഒരു 2ാം നമ്പറും മറ്റു 1ാം നമ്പർ ആണെന്ന് ഹിന്ദുവിന്റെ എവിടേക്കേ കിടക്കുന്നുണ്ട്. ഈ പഴുതിലേക്കാണ് ഈ മുസ്ലിമും ഈ ക്രിസ്ത്യാനിയും കയറി വരുന്നത്. കാരണം എന്താ വെച്ചാൽ അപകർഷതയാണ് ഹിന്ദു സമുദായങ്ങൾക്കിടയിൽ വന്നവരുണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപകർഷത. നീ ആരാന്ന് ചോദിക്കുമ്പോ ഞാൻ ഇന്ന സമുദായ പറയാ, ഹിന്ദു ഒന്നും പറയില്ല. ഞാൻ താണവനാണ്, ഞാൻ വലിയ, നീ സവർണനാണ്, അവർണനാണ്. ഈ ഭേദമാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അവർണനും സവർണനും പറഞ്ഞാൽ നമുക്ക് വിരോധമില്ല, കർത്തലം വേറെയാണ്. പക്ഷെ മറിച്ച് താഴ്ന്നവരാണ്, ഹിന്ദുക്കളിൽ പതിതന്മാരുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നും ധരിക്കുന്നു എങ്കിൽ അതാണ് മാറേണ്ടത്. നിങ്ങൾ ഹിന്ദു ആകേണ്ടത് നിങ്ങളുടെ സമുദായത്തിൽ നിന്ന്. സംഘടനയുടെ ദർശനം നമുക്കറിയില്ല, അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ സംഘടനാ നേതൃത്വം അതിനെ ക്ഷമിക്കാന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ചിലപ്പോൾ സമുദായം വേണ്ട പറയണ്ടായിരിക്കാം. സമുദായം വേണ്ട എന്ന് നമ്മൾ പറഞ്ഞത് ഹിന്ദു ഇല്ല എന്നാ പറയാം നമ്മൾ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വെച്ചാൽ സ്വധർമ്മ രക്ഷാ സംഗമം എന്നാൽ സ്വധർമ്മ രക്ഷാ സംഘം, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. ധർമ്മക്ഷേത്രേ, ധർമ്മത്തിന്റെ ക്ഷേത്രം, ക്ഷേത്ര ശരീരം. അപ്പൊ ധർമ്മം നടപ്പിലാക്കേണ്ട ശരീരം. കുരുക്ഷേത്രേ, കുരു എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുകയാണ്, ചെയ്യുകയാണ്. അപ്പൊ ധർമ്മം നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കേണ്ട ഈ ശരീരം, ആ ശരീരം എങ്ങനെയാണ് ധർമ്മം പ്രവർത്തിക്കേണ്ടത്? സ്വധർമ്മേ നിധനം ശ്രേയഃ, സ്വധർമ്മത്തിൽ നിന്നുകൊണ്ടാണ്. എന്താണ് സ്വധർമ്മം? അർജുനന്റെ സ്വധർമ്മം അർജുനന് സ്വധർമ്മമാണ്. എന്നാൽ അതുപോലെ ആയിരിക്കില്ല അദ്ദേഹത്തിന് തേര് തെളിക്കുന്ന ആളുടെ ധർമ്മം. അപ്പൊ അവിടെ കൃഷ്ണനാണ് യുദ്ധത്തിന് തേര് തെളിക്കുന്നെങ്കിലും അങ്ങനെയല്ല. അപ്പൊ ബ്രാഹ്മണ ധർമ്മം, സന്യാസി ധർമ്മം, അങ്ങനെ ഓരോ ധർമ്മങ്ങളെ കുറിച്ചിട്ടാണ് ഗീതയിൽ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഗീതയിലൊക്കെ എന്താ പറയാ, വലിയ റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഉപദേശിക്കുന്നത്. അപ്പൊ അത് ഓരോരുത്തരെയും ധർമ്മം വ്യത്യസ്തമാണ്. ഈ ധർമ്മ വ്യത്യാസം തന്നെയാണ് സനാതന ധർമ്മത്തിന്റെ സവിശേഷത. ഒരു കിതാബും ഒരു ഗുരുവും ഒരു ചര്യയുമല്ല ഹിന്ദുവിനുള്ളത്. ഒരേ ദർശനമാണ്. ഒരേ ദർശനം തന്നെ. ആത്യന്തികമായി സത്യസാക്ഷാത്കാരം മാത്രമാണ് ഹിന്ദുവിന്റെ ലക്ഷ്യം. സത്യസാക്ഷാത്കാരം, പരമാനന്ദം, ചിദാനന്ദം, ശിവോഹ ഭാവം. ശിവോഹം എന്ന് പറഞ്ഞുള്ളൂ, എന്ത് പേരിട്ട് വേണം വിളിച്ചോളൂ. ആ ഭാവത്തിലേക്ക് നയിക്കുക എന്നത്. പക്ഷേ അതിന്റെ റൂട്ട്സ് വേറെയാണ്, വേറെയാണ്. നമ്മൾ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ വേണ്ട എന്ന് കരുതുന്നത് പോലും ഹിന്ദുവിന്റെ ആണിക്കല്ലാണ്. മാക്മുള്ളർ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ അവരൊക്കെ കരുതിയ എന്താണ്? വേദങ്ങളാണ് ഹിന്ദുവിനെ താങ്ങി നിർത്തുന്നത്. ഇപ്പൊ വേദങ്ങളെ വികലമാക്കിയാൽ ഹിന്ദു ഇല്ലാണ്ടായി എന്ന് കരുതി കുറെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി. എന്നിട്ടും ഹിന്ദു ഇല്ലാണ്ടായില്ല. പക്ഷെ പിന്നീട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഹിന്ദുവിന്റെ തായ്വേര് എന്ന് പറയുന്നത് കുലധർമ്മമാണ്. കുലം എന്ന് പറഞ്ഞ അമ്മ, ആ കുലമാണ് ഹിന്ദുവിനെ താങ്ങി നിർത്തുന്ന സമുദായങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ നമ്പൂതിരിയാകാം, പക്ഷെ ഹിന്ദു ഉണ്ടാവില്ല. സ്വാമി വിവേകാനന്ദൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും വേദം പഠിച്ച് ബ്രാഹ്മണനായി കഴിഞ്ഞാൽ ഇവിടെ ആര് ക്ഷാത്രധർമ്മം നടത്തും? ആരിവിടെ മറ്റുള്ള കൃഷി നടത്തും? ആര് വ്യാപാരം നടത്തും? അപ്പോൾ എല്ലാ വിഭാഗങ്ങളും വേണം, എല്ലാവർക്കും തുല്യത വേണമെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളെ പല സമുദായങ്ങളായിരിക്കുന്നത് നമ്മുടെ കുലത്തിൽ നിന്നുകൊണ്ടാണ്. പുലയന് പുലയന്റെ കുലധർമ്മമാണ്, നായർക്ക് നായരുടെ കുലധർമ്മമാണ്, നമ്പൂതിരിക്ക് നമ്പൂതിരിയുടെ കുലധർമ്മമാണ്. ധർമ്മം വ്യത്യസ്തമാണ്. അച്ഛൻ അമ്മയെ കാണുന്ന പോലെ മകന് അവന്റെ അമ്മയെ കാണാൻ പറ്റില്ല. അവൻ അമ്മയാണ്, അയാൾക്ക് ഭാര്യയാണ്. ആ വ്യത്യാസം ഈ ധർമാചരണത്തിലും ഉണ്ട്. അപ്പൊ ഇത് ബേസിക് ആയിട്ട് മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നം ഇന്ന് നിലനിൽക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഉയർന്ന ഹിന്ദുവും മറ്റേ താഴ്ന്ന ഹിന്ദുവും, ഇതെന്തോ മോശം ആചാരവും ഇതെന്തോ ഉയർന്ന ആചാരവും, ഇവിടേക്കാണ് മറ്റവൻ കടന്നുകൊണ്ട്. കാരണം നമ്മൾ എന്താ പറയാ, നല്ല ഹിന്ദു ആകണമെങ്കിൽ വായിൽ കൊള്ളാത്തത് പറയണം, മോശം പറയല്ല. കുറച്ച് സംസ്കൃതമൊക്കെ പറഞ്ഞാൽ മാത്രമാണ്
ബെറ്റർ ഹിന്ദു, ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കണേ. അപ്പൊ എന്ത് ചെയ്യും? ഇവനത് വഴങ്ങില്ല. അതാണ് ഛത്തീസ്ഗഡ് പോലുള്ള പ്രദേശങ്ങളിൽ. ഇപ്പൊ അട്ടപ്പാടി നമുക്ക് ആശ്രമമുണ്ട്. അട്ടപ്പാടിയിൽ ഇന്നും ഹിന്ദു നാമമുള്ള ഒത്തിരി ആദിവാസികളുണ്ട്. പക്ഷെ അവരൊക്കെ ഫോളോ ചെയ്യുന്നത് ക്രിസ്ത്യൻ മതമാണ്. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്യുന്നതിന് കാരണം എന്താ വെച്ചാൽ നമുക്ക് പഠിപ്പിക്കാനുള്ളത്, നമ്മൾ പറയും ഭഗവത്ഗീത വായിക്കൂ, നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഇതിന് എത്ര ആൾക്കാർ ഭഗവത്ഗീത കൈയൊന്നും പൊക്കണ്ടിട്ട് വരും, വിഷമാവും അത് കാണുമ്പോൾ. അണ്ട് അത് വേണ്ട, പക്ഷെ ഒന്ന് ആലോചിക്കൂ. പക്ഷെ നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ദൈവേ എന്ന് പറയുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ വിളക്കിച്ച് ദീപം ദീപം എന്ന് പറയുന്നുണ്ടായിരിക്കാം. ഇത് തന്നെ ശ്രേഷ്ഠ. പക്ഷെ എന്താണ് അതിന്റെ ശ്രേഷ്ഠത്വം നമുക്കറിയില്ല. ഇവിടെ വന്നിട്ട് പറയാണ്. അപ്പൊ എന്താണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ പറയും എന്താണ്, വേദസൂക്തം ചൊല്ലാൻ അറിയാത്ത ഹിന്ദു 2ാം നമ്പർ. അപ്പൊ എന്ത് ചെയ്യും? അവനെന്തോ മോശക്കാരനെന്ന് പറഞ്ഞു വെച്ചു, നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോഴാ മറ്റോണ്ട് എന്താണ്, ഇത് വരന്റെ കർത്താവേ എന്ന് വിളിച്ചാൽ മതി, കർത്താവ് വിളിയേക്കും. ഇവന് ഈസിയാണ്, ഇവന് എളുപ്പം പറ്റുക അതാണ്. ഇത് കഴിഞ്ഞോ, മുട്ടുകുത്തി പ്രാർത്ഥിന്റെ അള്ളാന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. ആ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. കുറച്ച് വേറെ എന്തൊക്കെ പറയും, അതൊക്കെ ആദ്യമൊക്കെ വലിയ സുഖമായിട്ടൊക്കെ തോന്നും. ആരോ പറഞ്ഞ പോലെ അങ്ങോട്ട് പോകുമ്പോ എന്തേലും പോവും, പിന്നെ അതൊന്നും പോയാലോ തലിയും പോകും എന്ന് പറഞ്ഞ പോലെ പല വിഷയങ്ങളും ഉണ്ടാവും. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട, ഹിന്ദു ധർമ്മത്തിൽ കുലധർമ്മങ്ങളാണുള്ളത്. എല്ലാ കുലം എന്ന് പറഞ്ഞ അമ്മയാണ്, പരാശക്തിയാണ്, ഭാരതാംബ ശക്തി സ്വരൂപിണിയാണ്. ആ ശക്തി സ്വരൂപിണിയായ അമ്മ പെറ്റിട്ട ധർമ്മങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ പുലയനായാലും നായരായാലും നമ്പൂരിയാണെങ്കിലും ആത്യന്തികമായി ഹിന്ദു ആണെന്നും നിങ്ങളുടെ ആചാര വ്യത്യാസങ്ങൾ ഉണ്ടെന്നും ആ ആചാര വ്യത്യാസങ്ങളാണ് അമ്പലത്തിൽ പോയാലും നമ്പൂരി തൊട്ടു തൊട്ടില്ല. ഇന്ന് നമ്മളുടെ വിഷയം ഇതാണ്, നമ്മളെ ഭിന്നിപ്പിക്കാനേ. ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ ഒരു ശാന്തിക്കാരൻ, കറുത്ത ശാന്തിക്കാരൻ പൂണൂലിട്ടോ പുലയ ബ്രാഹ്മണൻ എന്ന് വിളിച്ചു. വലിയ പ്രശ്നമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹിന്ദു അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആ വിഷയം. അല്ലെങ്കിൽ ആ പൂജാരി കൈമ തൊട്ടിൽ, ഇതൊക്കെയാണ് ഹിന്ദുവിന്റെ പ്രശ്നം. ഹിന്ദുവിന്റെ പ്രശ്നത്തിൽ ഹിന്ദുവിന് സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടികളുടെയൊക്കെ എണ്ണമൊക്കെ പറയണ്ടായി. ഒരു 2 കുട്ടിയുള്ള ഒരു രക്ഷിതാക്കൾ ഹിന്ദു സമൂഹത്തിൽ എത്ര കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം വിദ്യാഭ്യാസമായിട്ടുള്ള കാര്യത്തിന്. നമുക്ക് സഹായിക്കാൻ കഴിയില്ല. നമ്മളെ ക്ഷണിച്ച വേദിക്കൊക്കെ നമ്മൾ പോകും. അതുകൊണ്ട് വിവിധ മതങ്ങളുടെ വേദിയിലേക്ക് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്, അവരുടെ സമൂഹത്തിലെ ഒരു കുട്ടിക്ക് വേണ്ടി പോലും കൊടുക്കാൻ തയ്യാറാണ്. നമ്മൾ ഉണ്ടെങ്കിലും ഇപ്പൊ തന്നെ ഈ ഒരു പ്രോഗ്രാമിന് വരാൻ പറഞ്ഞപ്പോ നമ്മൾ പല കാരണം പറയാന്ന്. ആ കാരണം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് കാരണം ഉണ്ടാവില്ല. കേരളത്തിലെ നമ്മളുടെ അവസ്ഥ വളരെ മോശമാണ്. മറ്റു സംസ്ഥാനങ്ങളെ കാര്യം എനിക്കറിയില്ല, പക്ഷെ കേരളത്തിൽ വളരെ മോശമാണ്. ഹിന്ദുവിന് ഇവിടെ ഒന്നും ലഭിക്കില്ല. ഹിന്ദു കമ്മ്യൂണിസ്റ്റ്, ഹിന്ദു കോൺഗ്രസ്, ഹിന്ദു BJP-കാരനും പിന്നെ മറ്റു നേരത്തെ പറഞ്ഞ സമുദായങ്ങളും മാത്രമാണ്. സമുദായ സംഘടന ഉണ്ടാവുന്നതിന് ആർക്കും കൂടെ കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ഇന്നിവിടെ കൂടി, നമ്മളിവിടെ ഒന്നിച്ചുകൂടി പുറത്തേക്ക് ഇറങ്ങിയ നാളെ ഏതെങ്കിലും എവിടെ എഴുതി കാണാൻ പറ്റും ഇവിടെ തീവ്രവാദം പറഞ്ഞു. എന്താ ഇവിടെ പറഞ്ഞേ? അദ്ദേഹം ഹിന്ദി പറഞ്ഞു, നമ്മൾ മലയാളത്തിൽ കേട്ടതാ. ഒരു മഞ്ഞ മതത്തിനെ നോവിക്കണമെന്നോ കൊല്ലണമെന്നോ ഒരു തരത്തിലും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളെ പറയുന്ന എന്താണ്? നമ്മൾ ഹിന്ദു തീവ്രവാദികൾ, ഭീകരവാദികൾ. കാരണം നമ്മൾ ഒന്നിച്ചിരിക്കുന്നതിനെ മറ്റുള്ളവർ ഭയക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ആചാരങ്ങൾ ചെയ്യുന്നതിനെ ഭയക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വിളക്ക് വെച്ചാൽ അത് ചോദിക്കാൻ നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾ നിങ്ങളോട് ചോദിക്കും, എന്തിനാ വിളക്ക് വെച്ചേ, എന്തിനാ അമ്പലത്തിൽ പോയേ, എന്തിനാ കയ്യിൽ ചിരട് കെട്ടിയിരിക്കുന്നത്? മറ്റുള്ളവരോട് ചോദിക്കുന്നില്ല. കാരണം എന്താണ്? അവർക്കൊരു സംഘടിത ഫലമുണ്ട്. ഈ സംഘടിത ഫലത്തിൽ നിന്ന് ആളുകൾ പോയാൽ ഒരു ശത്രു ഉണ്ടാകുന്നു എന്ന് വിവേകാനന്ദൻ പറയുമ്പോൾ, ശത്രു ഉണ്ടാകാൻ മാത്രമല്ല, ജനാധിപത്യ രാജ്യത്ത് ഹിന്ദുവിന്റെ ഇടയിൽ ഒരു ഹിന്ദു പോയാൽ എന്തുകൊണ്ടാ? ഇപ്പൊ മുസ്ലിങ്ങളാണെങ്കിൽ അവരും പ്രേമിച്ചുകൊണ്ടാണ് മതം മാറ്റുന്നത്. കൊണ്ടുപോയിട്ട് ഒരു കുട്ടി വിദേശത്ത് കിടക്കുന്ന നമ്മളെല്ലാവരും കാണുന്നതാണ്. എന്നാൽ ക്രൈസ്തവർ കൃത്യമായിട്ട് ഒരാളെ അല്ല കൊണ്ടുപോകുന്നേ. ഒരു കുടുംബമോ ഒരു ഊരോ ഒരു പ്രദേശമോ ഒന്നിച്ചിട്ടാണ്. അത് എന്തുകൊണ്ട്, എന്തിനാണ് മതം മാറ്റുന്നത്? കൃത്യമെന്ന സുഹൃത്തം കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ്. രാജ്യത്തിന്റെ ഭരണം പിടിച്ചടക്കണമെങ്കിൽ ലോകസഭാ സീറ്റ് 543 സീറ്റ് ഉണ്ട്. 543 സീറ്റിൽ 131 സീറ്റ് SC/STക്ക് മാത്രം മാറ്റിവെച്ചതാണ്. അവര് ഹിന്ദുക്കളുടെ ബ്രാഹ്മണിസം പറഞ്ഞ് ഹെജിമണി പറഞ്ഞ് ആ ജനതയെ ഇങ്ങോട്ട് മാറ്റിയാൽ അത്ര കണ്ട് സീറ്റ് അവർക്ക്. എന്താ കേരളത്തിലെ MP-മാരും MLA-മാരും പട്ടികജാതി സീറ്റിൽ വന്നവരൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആര്യസമാജത്തിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയവർ മാത്രം ഹിന്ദു എന്ന് പറഞ്ഞിട്ട്, അല്ലാണ്ട് ഒന്നുമല്ല. അപ്പൊ അതായത് കൃത്യമായിട്ട് അധികാരം കൈയാളാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുവിനെ കടന്നാക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദുവിനെ ആളുകളെ എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ആദ്യം വേണ്ടത്, നമ്മളുടെ ഇടയിൽ എവിടെയാണോ ഈ ഭിന്നിപ്പ് നിലനിൽക്കുന്നത് അതിനെക്കുറിച്ച് സാമാന്യം നമ്മളൊന്ന് പഠിക്കണം. നമ്മൾ ഓരോ ഹിന്ദുക്കളും ഹിന്ദു ആകണം. സർട്ടിഫിക്കറ്റിലല്ല, ദേശബോധം ഉള്ളതുപോലെ തന്നെ ധർമ്മബോധം വേണം.
ധർമ്മബോധം ഇല്ലെങ്കിൽ രക്ഷപ്പെടില്ല. അവിടെ നമ്മൾ നശിച്ചില്ലാണ്ടാവും. ധർമ്മം ധാര്യതയിൽ ധർമ്മം, ധരിക്കപ്പെടേണ്ടതാണ് ധർമ്മം. ആ ധർമ്മം ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലാണ്ടായി. ആ ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. ആ ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദു ധർമ്മത്തിൽ 2 കൈവഴികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്ന് ബ്രഹ്മമുഖജാതമായിട്ടുള്ള വേദങ്ങൾ, 4 വേദങ്ങൾ. മറ്റൊന്ന് ശിവമുഖജാതമായിട്ടുള്ള തന്ത്രങ്ങൾ. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം? ഋഗ്വേദം, സാമവേദം, യജുർവേദം ഇല്ലേ? അഥർവവേദം. നിങ്ങളുടെ 99% ആളുകൾ ഈ വേദത്തെ കണ്ടിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ വീട്ടിൽ വിളക്ക് വെപ്പ്, കുലദൈവങ്ങളുടെ ആചരണം, എന്തേലും ഒരു ചെറിയ എന്താ പറയാ തെക്കതിലോ അല്ലെങ്കിൽ വേറെ തറ കെട്ടിയിട്ടോ യോഗീശ്വരനോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ഒരു ദേവത, ഒരു കല്ലോ തറയായിട്ട് ആചരിക്കുന്നവരുണ്ടായിരിക്കും. അത് തന്ത്ര പാരമ്പര്യമാണ്. ബ്രഹ്മമുഖമായാലും ശിവമുഖമായാലും ഇത് കൃത്യമായി ഈശ്വരമുഖമാണ്. അപ്പൊ പിന്നെ ഹിന്ദുവിൽ എവിടെയാ പതിതനുള്ള? നിങ്ങൾ വേദം പഠിച്ചില്ലെങ്കിലും ഉത്കൃഷ്ടനാണ് ഹിന്ദു ധർമ്മത്തിൽ. നിങ്ങൾ ജന്മം കൊണ്ട് ശൂദ്രനല്ല എന്ന് നമ്മൾ പറഞ്ഞത്. ശ്രുതാ ധൂര ഇത് ശൂദ്ര എന്നർത്ഥം. ശ്രുതിയിൽ നിന്നും എന്താണ് പരമമായ ജ്ഞാനത്തിൽ നിന്നും അകന്നു നിൽക്കുന്നവനെ വിളിക്കുന്ന പേരാണ് ശൂദ്രൻ എന്നുള്ളത്. ആർക്കും നിങ്ങൾ എങ്ങനെ ശൂദ്രരാകും? ജന്മനാചാര്യത്തെ ശൂദ്ര പറഞ്ഞ തെറ്റാ. ജന്മം കൊണ്ട് ശൂദ്രത്വമില്ല. ജന്മം കൊണ്ട് തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ ശ്രേഷ്ഠമായ കുലത്തിലാണ്. ഏത് സമുദായമാണെങ്കിലും ആ സമുദായത്തിൽ ദേവതാരാധന ഉണ്ടായിരിക്കും. കാളിയായിട്ടോ നീലിയായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ സാവിത്രി ആയിട്ടോ ഒക്കെ നിങ്ങൾ ആരാധിക്കും. എവിടെ എവിടെ പരാശക്തിയെ ഉപാസിക്കുന്നു, കാളിയോ നീലിയോ അല്ലെങ്കിൽ വേറെ എന്താ കൂളിയോ അതൊന്നും പേരൊന്നും പ്രശ്നമില്ല. എവിടെ എവിടെ പരാശക്തിയെ ആചരിക്കുന്നു ആ ശക്തി ഉപാസിക്കുന്നവൻ ബ്രാഹ്മണനാണ് എന്നാണ് ദേവി ഭാഗവതം പറയുന്നത്. അവൻ ബ്രാഹ്മണനാ. അതുകൊണ്ട് നിങ്ങൾ ധിയോയോ സവിതൂർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോനെ പ്രചോദയാൽ എന്ന് മാത്രം പറഞ്ഞാലേ ഉത്കൃഷ്ടനാവൂ എന്ന് പറയുന്നെങ്കിൽ അവർക്ക് ഹിന്ദു ധർമ്മത്തെ, സനാതന ധർമ്മത്തെ അറിയില്ല. അവർ പറയുന്നത് വൈദിക ധർമ്മത്തെയാണ്. ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞാൽ എന്റെ കാളിയെ, എന്റെ കൊടുങ്ങല്ലൂർ അമ്മേ, എന്റെ ചോറ്റാനിക്കൊരു അമ്മേ, പിന്നെ എവിടെയും കുറെ അമ്മമാരുണ്ടായിരിക്കും. അമ്മ എന്ന് വിളിച്ചാൽ മതി. അമ്മ മാത്രമല്ല, എന്റെ പത്മനാഭ എന്ന് വിളിച്ചാലും മതി. അപ്പോൾ ഈശ്വരനാമം അല്ലെങ്കിൽ നമ്മളെ വീട്ടിലിരിക്കുന്ന യോഗീശ്വരൻ വിളിച്ചാൽ മതി. ഇത് വിളിച്ചാലും അവൻ ഉത്കൃഷ്ടനാണ്. അത് അറിവുണ്ട്. അത് ബോധ്യപ്പെടാനാണ് ആദ്യം മലയാളത്തിൽ പ്രാർത്ഥിച്ചത്. ഈശ്വര ഈശ്വര ഉദിച്ചു വരുന്ന ഈശ്വര 12,000 പടക്കുതിരേ. ഈശ്വര ഈശ്വര ഉദിച്ചു വരുന്ന ഈശ്വര എന്താണ്? വേദത്തിൽ ഋഗ്വേദത്തിൽ ആദ്യത്തെ മന്ത്രം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രക്തധാതമം. അപ്പൊ അഗ്നി കുണ്ടലിനി ശക്തി ഉയർന്നു പൊന്തുന്നു. ആ കുണ്ടലിനി ഈശ്വര ഈശ്വര ഉദിച്ചു വരുന്ന ഈശ്വര. മലയാളത്തിലാ പ്രാർത്ഥിക്കുന്ന. പക്ഷെ എന്താണ്, നമുക്കിതറിയാത്തത് കൊണ്ട് നമ്മൾ ഉറപ്പിച്ചു ഈ പറയുന്നവൻ അറിവില്ല എന്നുള്ളത്. 5000 കല്ലും കൊണ്ട് അടിയും കെട്ടി, 3000 കല്ലും കൊണ്ട് മോളും കിട്ടി, 16 തൂണിൽ കരിങ്കോട്ടയും കിട്ടി. 16 തൂണെന്ന് പറഞ്ഞെന്താ? ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ആത്മതത്വവും ചേർന്ന 16. ആ ശരീരമാണ്. ആ ശരീരത്തിൽ വർത്തിക്കുന്ന പരമേശ്വര സങ്കല്പം. അറിവില്ലാത്തവരാണോ ഹിന്ദു? പക്ഷേ ഇതൊന്നും പറയാനും പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു കൊടുത്താൽ കേൾക്കാനും ഹിന്ദു തയ്യാറല്ല. അവൻ കേവലം 114 അധ്യായങ്ങളുള്ള ഖുറാന്റെ കൂടെയോ 66 കൊച്ചുപുസ്തകങ്ങൾ അടങ്ങുന്ന ബൈബിളിന്റെ കൂടെയോ അങ്ങോട്ട് പോവുകയാണ്. അവിടെയാണ് സുഹൃത്തെന്ന്. അവിടെയുള്ള പിള്ളേർ ഞങ്ങളെയൊക്കെ തേടി വരിക. നമുക്ക് തന്നെയുണ്ട് മറ്റു മതത്തിലുള്ള ശിഷ്യരുണ്ട്. മതം മാറ്റലൊന്നും അവിടെ ഇല്ല. മനം മാറ്റും. മനം മാറ്റുന്നുണ്ട്. എന്താ മനം? ഇത് നമ്മുടെ രാഷ്ട്രമാണ്. ഈ സംസ്കാരം സനാതനമാണ്. ഇത് ധർമ്മമാണ്. ഈ ധർമ്മം വിശാലമാണ്. ഈ ധർമ്മത്തിലില്ലാത്തൊന്നും അവിടെ ഇല്ല. അവിടെ എന്തുണ്ടെങ്കിലും അതിവിടെയുണ്ട്. അത് കേട്ട് കഴിഞ്ഞുണ്ടായി അവൻ ഈ ധർമ്മത്തിലാണ്. അല്ലാണ്ട് ഇവിടുന്ന് മുറിക്കും വേണ്ട, ചെത്തും വേണ്ട, ഇടും വേണ്ട, ഒന്നും വേണ്ട. ഈ ധർമ്മത്തിലാണ്. പക്ഷെ നമ്മളിത് മനസ്സിലാക്കുന്നില്ല. നിരന്തരം നമ്മൾ പറയും സമ്മതിച്ചു. സന്യാസിമോട് സമ്മതിക്കുമ്പോൾ പോലും ശുദ്ധവേദാന്തം പറയുന്നു ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്ന് പറയും. പക്ഷെ മറിച്ച് ആ ഏകമായ സത്ത് എന്ന് പറഞ്ഞത് അഗ്നിം യമം മാതൃശ്വാനമാഹു. ഈ പേര് മാത്രമേ അഗ്നി യമൻ മരുതൻ എന്നൊക്കെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. മാടൻ മറുത എന്ന് പറയാൻ പാടില്ല. അത് പാപമാണ്, തെറ്റാണ്. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ തെറ്റായാൽ ഹിന്ദുവിൽ 10 ഉണ്ടാവും മക്കളെ. ഹിന്ദുവിൽ 10 ഉണ്ടായി കഴിഞ്ഞാൽ ഐക്യം ഉണ്ടാവില്ല. അപ്പോഴാണ് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ശാന്തിക്ക് കയറാൻ തോന്നുന്നത്. എന്താണ്? നമ്മളെ അമ്പലവും കാവും 10 മോശമാണ്. അപ്പൊ എന്ത് ചെയ്യും? ഗുരുവായൂർ അമ്പലത്തിൽ കയറിയ നാളെ നമ്മൾ വലിയ ഹിന്ദുവായി. അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും പരാശക്തിയുടെ പരമേശ്വരന്റെ മക്കളാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ധാരണയിൽ നമ്മൾ നമ്മുടെ ധർമ്മത്തെ കുറിച്ച് പഠിക്കുക, കുലധർമ്മത്തെ കുറിച്ച് പഠിക്കുക, സ്വന്തം കുലധർമ്മത്തെ കുറിച്ച് പഠിക്കുക. പരധർമ്മം അന്യ സമുദായത്തിന്റെ ആയാലും ശരി അല്ലെങ്കിൽ മതങ്ങളുടെ ആയാലും ശരി അറിയുന്നതിൽ തെറ്റില്ല, പിന്തുടരണ്ട. കാരണം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ധർമ്മമാണ് ശ്രേയസ്കരം. നിങ്ങൾക്ക് നിങ്ങളായിക്കൊണ്ട് തന്നെ മോക്ഷം നേടാൻ പറ്റും, പരമമായ മുക്തി നേടാൻ പറ്റും.
പ്രാപ്താനാം ദ്വിജബന്ധൂനാം നഹി വേദാധികരണം യേഷാം ഉന്നമനാർത്ഥായ തന്ത്രശാസ്ത്രം ഇത് ഉച്ചതേ. നിങ്ങളെ പരമമായ ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടി പരമശിവൻ അരുളി ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ ആചാരാനുഷ്ഠാന പദ്ധതികളെല്ലാം. വീട്ടിൽ നിത്യേനൊരു വിളക്ക് വെച്ചാൽ മതി. കർക്കിടക മാസം വന്നു, കുലദൈവതയെ നമുക്ക് ഉപാസിക്കാമായിരുന്നു. രാമായണം വായിക്കുന്നവർക്ക് വായിക്കാം, രാമനെ അറിയണം. കാരണം രാമായണം വന്ന രാമനെയാണ് എടുത്തുയർത്തുന്നത്. പ്രത്യേകിച്ച് ദലിത് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ നിരന്തരം രാമനെ കടന്നാക്രമിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോ എന്താണ്, ശബരിയോട് ജാതി കാണിച്ചു, ഗുഹനോട് ജാതി കാണിച്ചു, രാമൻ ഗുഹന്റെ ഭക്ഷണം കഴിച്ചില്ല. ഒരു അധ്യാപകൻ നിരന്തരം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ടി വിയിലൊക്കെ ഇരുന്നിട്ട്, രാമൻ ഗുഹന്റെ ഭക്ഷണം കഴിച്ചിട്ട് എന്താണ്, ഗുഹൻ ദലിതനാണ് അത്രേ. ആ കാലത്ത് ദലിതനുണ്ടോ നമുക്കറിയില്ല. പക്ഷെ ഗുഹൻ ദലിതനാണെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, രാമൻ ജാതിവാദിയാണോ? ഇത് കേൾക്കുമ്പോൾ ഇവിടുത്തെ ഇത്തരം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് തോന്നും ഹിന്ദു ധർമ്മം വളരെ മോശമാണ്, ഈ ഗ്രന്ഥങ്ങൾ മോശമാണ്. അതിൽ എന്താണ് രാമനെ കാണുന്നത്? ഗുഹനെ കാണുന്ന നേരത്തെ രാമൻ എന്താ ചെയ്യുന്നത്? ഗുഹൻ നടന്നു വരുമ്പോൾ രാമൻ അങ്ങോട്ട് ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കുക ചെയ്യണത്. നിന്റെ ഗുഹ എന്നാണ് കെട്ടിപ്പിടിക്കുക ചെയ്യണത്. എത്ര നാളായി കണ്ടിട്ട്. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നാട്ടിലെ? ആർക്കും ബുദ്ധിമുട്ടോ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ. ഇതൊക്കെയാ ചോദിക്കുന്നത്. ഗുഹൻ പറയുന്നുണ്ടോ ചോറും കൂട്ടനും കഞ്ഞിയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. ആളുകളുടേതായിരിക്കുന്ന അവസ്ഥയുടെ ക്ഷേമത്തെ അന്വേഷിക്കുകയാണ് രാമൻ ചെയ്യുന്നത്. അതിനുശേഷം അന്ന് രാമൻ ഉണ്ണാവൃതത്തിലാണ്. ഉണ്ണാവൃതത്തിലാവുന്നത് കൊണ്ട് മാത്രമാണ് രാമൻ പറഞ്ഞതാണ്, എനിക്കിപ്പോ തൽക്കാലം ഒന്നും വേണ്ട, കുതിരകൾക്കും മറ്റുള്ളവർക്കും കൊടുത്തല്ലോ, സന്തുഷ്ടനാണ് ഞാൻ. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഗൾഫിൽ പോയ ആളുകളോട് ഉണ്ടായിരിക്കാം. ഇവിടുന്ന് ആദ്യത്തെ യാത്രയിൽ ടാറ്റയൊക്കെ പറഞ്ഞു പോയാൽ അവിടെ പോയിട്ട് നിങ്ങൾ അൽഫാമ് തിന്നോ? തിന്നില്ല. കുടുംബത്തിനോട് സ്നേഹമുള്ള തിന്നില്ല. രാമൻ സന്തോഷത്തിലല്ല പോയിരിക്കുന്നത്. അച്ഛനോടുത്ത വാക്ക് പാലിക്കാൻ, അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ. രാമോ വിഗ്രഹവാൻ ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമാണ് രാമൻ. ആ രാമൻ ധർമ്മമാണ് ആചരിക്കുന്നത്. ആ ധർമ്മത്തിന്റെ ഭാഗമായിട്ട് ദുഃഖത്തോടുകൂടി പോകുമ്പോ അന്നൊന്നും അറിയില്ല. പക്ഷെ എന്താണ്, അവിടെ ഗുഹൻ എവിടെ കിടക്കുന്നു? ഗുഹൻ കാട്ടിലാണ്. അപ്പൊ ഗുഹൻ കാട്ടിലാവുമ്പോ ആരാവും? ആദിവാസിയാവും. അപ്പൊ രാമൻ കഴിച്ചില്ലല്ലോ, SC ST അട്രോസിറ്റി ആക്ട് കേസ് കൊടുക്കാൻ രാമന്റെ പേര്. ഇതാ നമ്മൾ ചിന്തിക്കുന്നേ. ഇതൊന്നും എതിർത്ത് പറയാൻ നമുക്കാവില്ല. നമ്മൾ എന്ത് ചെയ്യാ? പറഞ്ഞവനെ തല്ലാൻ പോകും. അതിനൊക്കെ നമ്മൾ എതിരാണ്. ഹിന്ദുവിനെ ആക്ഷേപിച്ചാൽ അത് ദലിതിസ്റ്റ് ആയാലും ശരി, ജിഹാദി ആയാലും ശരി, അല്ലാതെ കർത്താവിനെ വിളിക്കുന്ന പുണ്യാളന്മാരായാലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും വിപ്ലവത്തിന്റെ ആളുകളായാലും ശരി, ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഹിന്ദുക്കൾ ധർമ്മത്തെ പഠിക്കണം. ഹൈന്ദവ ധർമ്മ ഗ്രന്ഥങ്ങളുടെ അപ്പുറം നിൽക്കുന്ന ഹിന്ദു ധർമ്മത്തെയും പഠിക്കണം. ആ പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടിറങ്ങിയാൽ മറുപടി കൊടുക്കണം. അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടാണെന്ന് കേൾക്കും. അതുകൊണ്ട് രാമൻ ഒരു എന്താ പറയാ, ഒരു ബ്രാഹ്മണ സ്നേഹിയും അല്ലെങ്കിൽ മറ്റുള്ള ഈ അവർണ എന്ന് പറയുന്ന, അവർണൻ എന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല കേട്ടോ. വൈദിക ധർമ്മത്തിൽ പോകുന്ന ചാതുർവർണ്ണ സിദ്ധാന്തക്കാരും താന്ത്രിക ധർമ്മത്തിൽ പോകുന്ന ചാതുർവർണ്ണ സിദ്ധാന്തത്തെ അംഗീകരിക്കാത്ത ആളുകളും, ഇത് ഹിന്ദു ധർമ്മത്തിലുള്ളത്, എല്ലാവരും ചാതുർവർണ്ണത്തിലുള്ളതൊന്നുമല്ല. ഈ ചാതുർവർണ്ണത്തെ അംഗീകരിക്കാത്തവരെ അവർണർ എന്ന് വിളിക്കും, മറ്റൊരു സവർണ വെച്ചാൽ വർണ്ണ നിയമം പാലിക്കും. ഇത്രയേ ഉള്ളൂ. അതിന്റെ മാറ്റം വേറൊന്നുമില്ല. രണ്ടാളും ഏറ്റക്കുറച്ചൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇത്തരം സബ്ജക്റ്റുകൾ, വേദം കൊണ്ട് എന്ത് കാര്യം, യമനും യമിയും സഹോദരി സഹോദരന്മാരാണ്, അവരൊന്നിച്ച് പ്രാപിക്കാൻ പോയില്ലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വേദത്തെ തെറ്റിദ്ധരിക്കും. പക്ഷെ മറിച്ച് അങ്ങനെ ഒരു സംഭവം വേദത്തിലില്ല. ഉണ്ടെങ്കിൽ തന്നെ സഹോദരിയെ പറഞ്ഞ് തിരുത്തുന്ന സഹോദരനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. കാരണം പല ആളുകളും കൂട്ടുപോയിരുന്നു, ഉറങ്ങുന്നൊക്കെ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ കണ്ടിരുന്നു. പിന്നെ അതൊരു അത്തരം ഒരു ആത്മീയത പറയേണ്ട ഒരു വേദിയുമല്ല. എന്നിരുന്നാലും ആത്യന്തികമായി വീണ്ടും വീണ്ടും പറയുന്നു, മറ്റു മതസ്ഥർക്ക് അവരുടെ ധർമ്മത്തെക്കുറിച്ച് കുട്ടിയിലെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കുട്ടിയിലൊന്നും പഠിക്കേണ്ട. ഇപ്പൊ നമ്മളിപ്പോൾ ആശ്രമങ്ങളൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങളത് AHPയുടെ അണ്ടറിൽ തന്നെ ഒരു ധർമ്മ പഠനം നടത്തുന്ന ഒരു സൗകര്യം ചെയ്താൽ നമ്മളാലാകുന്ന വിധം നമ്മുടെ ആശ്രമത്തിൽ നിന്ന് നമ്മള് ചണ്ടള ബാബ എന്നൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഹരിജിക്കൊക്കെ അറിയാം, നമ്മള് അത്യാവശ്യം എന്താ ഹിന്ദു ധർമ്മത്തിന്റെ വൈദികവും താന്ത്രികമായ കാര്യങ്ങളൊക്കെ, പിന്നെ ആദിവാസി കൾച്ചറിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആചാരം എന്നറിയാം. അതുകൊണ്ട് ഏത് സമുദായമാവട്ടെ ആ സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ കുലദേവത ഉപാസന ചെയ്യാനും ഹിന്ദുവായി നിൽക്കാനും ഹിന്ദു ധർമ്മത്തെ വിശാലമായി പഠിക്കാനും AHPയുടെ ഭാഗമായിട്ട് തന്നെ ഒരു സംവിധാനം ഓൺലൈനിൽ. ആരും പണിക്ക് പോക്ക് നിർത്തണ്ട. ഒരു വയസ്സ് തന്നെ പഠിപ്പിക്കണ്ട. വീട്ടിൽ പണി കഴിഞ്ഞ് വന്നിട്ട് മതി. അതിന് നമ്മളാൽ ആകുന്നത് AHPയുടെ കൂടെ നിന്ന് ചെയ്യാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ആരെയും ബുദ്ധിമുട്ടിയുടെ വീട്ടിൽ നിന്ന് പഠിക്കുക. അങ്ങനെ ധർമ്മം പഠിച്ചുകൊണ്ട് ഒരു സനാതന ധർമ്മി ആയിക്കൊണ്ട്, എന്താണ് സനാതന ധർമ്മം, ചിക്കൻ കുനിയും മറ്റേ പ്ലേഗൊന്നും അല്ല എന്ന് പറയാൻ കേവലം പറയുകയല്ല, രോഷം കൊള്ളുകയല്ല, ധാർമ്മികമായി പറയാനും പഠിക്കാനും നമ്മൾ തയ്യാറാകണം. നമുക്ക് നല്ല ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് പ്രവീൺ തൊഗാഡിയാജിന്റെ അദ്ദേഹം സ്ഥാപിച്ചൊരു സംഘടനയാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹം ഇത്തരം ആശയം, ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞാൽ കേവല രാഷ്ട്രീയമല്ല, ധർമ്മബോധത്തോടുള്ള ഹിന്ദുവാണെന്നും രാഷ്ട്രബോധത്തോടുള്ള ഹിന്ദുവാണെന്നും അദ്ദേഹത്തിന്റെ ധാരണ നമുക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ആശയം നിങ്ങൾ അവതരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു സംവിധാനം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നൊരു എന്താ പറയുക മറുപടി ഉണ്ടാവും നമ്മൾ കരുതുന്നു. അപ്പോ
ഈ ഒരു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഛിന്ന ഭിന്നമായ നമ്മുടെ ഈ രാഷ്ട്രം. മാതാവാണ് നമ്മുടെ ഈ രാഷ്ട്രം, ഇല്ലേ? ആ മാതാവിനെ കഷ്ണം വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. രാഷ്ട്രസ്നേഹമുള്ള ഒരുത്തരും സഹിക്കാൻ പറ്റും. ആര് മൗനം വഹിച്ചുകൊണ്ടാണെങ്കിലും ഇത് വെട്ടിമുറിച്ചിട്ടുണ്ടെങ്കിൽ ആ മൗനങ്ങളൊക്കെ കടന്നുപോയിരിക്കുന്നു. ഹിന്ദുക്കൾ ഇന്ന് കേവല ശവമല്ല. നിങ്ങൾ ഉറങ്ങുകയാണെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഉണർന്ന് സ്വപ്നലോകത്താണ് ഇരിക്കുന്നത്. ആ സ്വപ്നത്തെ മാറ്റിവെക്കുക, യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുക. ഈ രാഷ്ട്രത്തിന്റെ വൈവിധ്യങ്ങൾ, പൈതൃകം, സംസ്കൃതി വിശാലം, അതാണ് അഖണ്ഡ ഭാരതം. ആ അഖണ്ഡ ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഓരോ ഏഷ്മിക്കാരനും, ഓരോ ഹിന്ദുവിനും, ഓരോ രാഷ്ട്ര സ്നേഹിക്കും കഴിയട്ടെ. അത് നേതൃത്വം നടക്കുമ്പോൾ അതിനിപ്പോ ധർമ്മപക്ഷത്തെ ഈ ചണ്ടാളവും എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാക്ക് ഉപസംഹരിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം സഹനോ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹര ഹര